പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ ചോദിച്ച ഈ ചോദ്യത്തിന് 70 വട്ടം, അത് 490 എന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട്, 491 പൊട്ടിക്കും. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. അതല്ലേ അതിൻ്റെ അർത്ഥം. അതിനൊരു മനോഹരമായ ഉദാഹരണം അത് പറഞ്ഞിട്ട് തൊട്ടു താഴെ 23 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞു, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവർ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. അതിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ചങ്കത്ത് ഇടിച്ചു കയറേണ്ട ഒരു വചനാണിത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? 70 വട്ടം ക്ഷമിച്ചാൽ മതിയോ? 7 × 70 490 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന ചോദ്യത്തിന് കർത്താവ് ഒരു സംഖ്യ പറയുകയല്ല, എത്ര വട്ടം എന്ന് പറയുകയല്ല. നിന്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, ആ ക്ഷമ വെളിപ്പെടേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. സോറി ബ്രദർ, സോറി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞറുമിക്കൊണ്ട് പല്ല് കടിച്ചു പോകുന്നതിനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. അഭിനയക്ഷമയെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. ചടങ്ങ് തീർക്കാൻ ഞാൻ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുകയല്ലോ. ഞാൻ ക്ഷമ ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചത് കൊണ്ട് അതിൻ്റെ അടി അവന് കിട്ടിക്കോളും എന്നുള്ളത് കൊണ്ട് ക്ഷമ പറയുന്നതുമല്ല കർത്താവ് പറഞ്ഞത്. ക്ഷമ വെളിപ്പെട്ടു വരേണ്ടത് ഹൃദയത്തിനകത്ത് നിന്നാണെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമയുടെ ക്ലാസ് എടുത്തവന്റെ ജീവിതത്തിൽ പീഡകളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ പ്രാക്ടിക്കലാക്കുകയാണ്. അവനത് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ലൈവായി എന്നെ കേൾക്കുന്നവരോട്, ചർച്ചിലുള്ളവരോട് പറയുന്നു, ക്ഷമ ഒരു പഠിപ്പിക്കൽ സബ്ജക്റ്റ് അല്ല, ക്ഷമ ഒരു ബൈബിൾ ക്ലാസ് അല്ല. അത് ഹൃദയത്തിനകത്ത് നിന്ന് വെളിപ്പെടുത്തി അത് വ്യക്തികളിലേക്ക് പകരുവാനുള്ള സത്യമാണ്. അതില്ലാത്ത ഒരു ആത്മീക സമൂഹത്തെ ഇന്ന് ഞാൻ ലോകത്തിൽ കാണുന്നു. അയ്യോ, അവർ അധംപതിച്ചിരിക്കുന്നു, അവർ അധംപതിച്ചിരിക്കുന്നു. ഇവിടെ അപകടകരമായ ഒരു കാര്യമുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ നിന്നോടും ചെയ്യും. സന്തോഷമായല്ലോ എല്ലാവർക്കും? സ്തോത്രം. എന്നെ ആർക്കും മിണ്ടാട്ട ഇല്ലാത്ത സ്തോത്രം, സ്തോത്രം. അതല്ലേ തന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തിയത്? ദ മോഡൽ ഓഫ് പ്രേയർ. ലോകത്തിലെ അതിപ്രശസ്തമായ പ്രാർത്ഥന. ഇസ്രായേൽ ചെല്ലുമ്പോൾ ലോകത്തിലെ സകല ലാംഗ്വേജുകളിലും ഏകദേശം 1 കിലോമീറ്ററോളം ചുവരുകളിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, യേശു പഠിപ്പിച്ച പ്രാർത്ഥന. മത്തായി 6:12 യേശു പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എൻ്റെ കടക്കാരനോട് ഞാൻ എങ്ങനെ ക്ഷമിച്ചിരിക്കുന്നുവോ അതുപോലെ അതേ സ്കെയിലിൽ, അതേ മാനദണ്ഡത്തിൽ എൻ്റെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. മറ്റൊരു വിഷയത്തിനകത്തും കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ബൈബിളിൽ പല ഭാഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യത്തിലും കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ 500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 5000 രൂപ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പാസ്റ്റർമാർ പറയുന്നേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൈ അടിച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പാടിയാൽ ആ അടിച്ച അടികൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര വിടുതൽ വരുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ കൈ അടിച്ച് പാടണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്താൽ നിങ്ങൾ സമ്പന്നനാകുമെന്നോ നിങ്ങൾ ദരിദ്രനാകുമെന്നോ ദൈവം പറഞ്ഞിട്ടില്ല.
പക്ഷെ കർത്താവിൻ്റെ വേല ചെയ്യണം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, നീ നിന്റെ സഹോദരനോട് എങ്ങനെയാണോ ക്ഷമിച്ചിരിക്കുന്നത്, നീ അവന് കൊടുത്ത പണി ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും ഞാൻ നിനക്ക് തന്നിരിക്കും. ആരും മിണ്ടുന്നില്ല. തുറന്നു വായിക്ക. നിന്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, കരിക്ക് കൊടുത്തവന് കരിക്കും, തേങ്ങ കൊടുത്തവന് തേങ്ങായും തരുമെന്ന. ഇനി അതിൽ കൂടുതൽ നല്ലൊരു ഉദാഹരണമില്ല. സ്തോത്രം. കരിക്ക് കൊടുത്തവന് കരിക്കും, തേങ്ങ കൊടുത്തവന് തേങ്ങായും തരും. ആ കേസിൽ മറ്റൊരു ഭാഗത്ത് ഞാൻ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മോനെ, മർക്കോസ് 11:25 വരാവോ? 25 വാക്യത്തിലൊന്ന് വരാവോ? അവിടെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലത് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അവനോട് ക്ഷമിക്കുവീൻ. പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം ഒന്ന് കൈപൊക്കി പിടിച്ചേ. സിനിമ കാണാൻ വന്നയാന്ന് കൈപൊക്കുന്നില്ലല്ലോ. പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം ഒന്ന് കൈപൊക്കി പിടിച്ചേ. സ്തോത്രം. ചർച്ചിൽ വന്നിരിക്കുകയാണെന്ന് ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. ദൈവവചന കേൾക്കുന്നതെന്നുള്ളവർ സൂമിൽ യൂട്യൂബിൽ കാണുന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ കൈയടിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ പറയുന്നതിന് മുമ്പ്, വലിയ പ്രകടനങ്ങളൊക്കെ എക്സ്റ്റേണൽ സാധനങ്ങളൊക്കെ കാണിക്കുന്നതിന് മുൻപ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും, കർത്താവ് പറയുന്നത് നിങ്ങൾക്കാരോടെങ്കിലും, പദം ശ്രദ്ധിച്ചോ, നിങ്ങൾക്കാരോടെങ്കിലും വല്ല അക്ഷമയും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണം. എന്താ അതിന്റെ കാരണം? 26 വാക്യം നോക്കിയേ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ആദിയിൽ ആകാശവും ഭൂമി ഉണ്ടാക്കിയെന്ന് ഒരു വാക്യേ ഉള്ളൂ. ആരും മിണ്ടണില്ലല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കിയെന്ന് ഒറ്റ വാക്യേ ഉള്ളൂ. ഇത്രയും വലിയ ആകാശവും ഇത്രയും വലിയ ഭൂമി ഉണ്ടാക്കിയിട്ട് ഒറ്റ വാക്യേ ഉള്ളൂ. പക്ഷേ നീ ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ ഞാനും നിന്നോട് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് എത്ര വാക്യമുണ്ടെന്നറിയോ? സ്തോത്രം, സ്തോത്രം. എന്താണ് forgiveness? It's a meaning of forgiveness. ആ forgiveness എന്തോന്ന് അറിയണമെങ്കിൽ ശരിക്കും ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധത്തിൽ വന്നവർക്കേ അത് അറിയത്തുള്ളൂ. ഈ ക്ഷമിക്കാത്ത മനസ്സുമായി നടക്കുന്ന ആൾക്കാര് ദൈവവുമായി ബന്ധമില്ലാത്തവരാണ്. അവർ പാടുന്നുണ്ട്, അവർ പെന്തിക്കോസിലാണ്, ഒരു മാറ്റമില്ല. അവരൊരു മതത്തിന്റെ ഭാഗമാണ്, പക്ഷെ അവർ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരല്ല. ദൈവത്തോടൊപ്പം, ഞാൻ പറഞ്ഞല്ലോ, നായയുടെ കുട്ടി നായ്ക്കുട്ടിയായിരിക്കും, സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടിയായിരിക്കും, കരടിക്ക് ജനിക്കുന്നത് കരടിയായിരിക്കും. ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചവൻ അവനെ പോലിരിക്കും. അവന്റെ സ്വഭാവത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം ശത്രുക്കളോടും ക്ഷമിച്ച മനോഭാവമാണ്. ക്ഷമയെന്ന് പറയുന്നത് വിട്ടയക്കലാണ്. ലെറ്റ്സ് ഗോ, പോക എന്ന് പറയുന്നതാണ്. വിട്ടയക്കലാണ്, നടപടികൾ സ്വീകരിക്കുന്നതല്ല. അതല്ലേ പാപിനിയായ സ്ത്രീയിൽ നമ്മൾ കണ്ടത്? യഹൂദന്മാർ കല്ലെറിയുവാൻ അവളെ കൊണ്ടുവന്നു. പരീശന്മാർ അവളെ മരണവിധിക്ക് വിധിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അവർ മൂത്തവരും ഇളയവരും മനസ്സാക്ഷിയുടെ ആക്ഷേപമേതുവായി അവർ കല്ലും താഴെയിട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് ക്രിസ്തു ചോദിക്കുന്നു, യോഹന്നാൻ 8, സ്ത്രീയെ, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, പോക.
ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ക്ഷമ അവൾക്ക് ലഭിച്ചത് കൊണ്ട് ക്രിസ്തു അവളെ ശിക്ഷിക്കാതെ വിട്ടയച്ചു. ക്ഷമ എന്ന് പറയുന്നത് വിട്ടയക്കലാണ്. ക്ഷമ എന്ന് പറയുന്നത് ഏൽപ്പിച്ചു കൊടുക്കലാണ്. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ വിട്ടുകള ചേട്ടാ എന്ന് പറയുന്നതാണ്.